അപ്പോൾ ഇന്ന് രാവിലെ എല്ലാം എണീറ്റ് റെഡിയാക്കി ശേഷം ധ്യാനത്തെ കൊണ്ട് സ്കൂളിലേക്ക് വിടാനുള്ള പോകുന്ന പോക്കാണ് കേട്ടത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ധ്യാനസിന് സ്കൂളിലൊക്കെ വിട്ട ശേഷം ഞാൻ റെസ്റ്റ് എടുക്കുക ഗൈസ്. റെസ്റ്റ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. എന്തൊക്കെ ആവശ്യമായിട്ടൊക്കെ പുറത്തൊക്കെ പോയി. ഇന്നിപ്പോൾ എന്തായാലും ഫുള്ള് റെസ്റ്റ്. ഫുഡെല്ലാം ഞാൻ വെച്ച് കേട്ടോ, എല്ലാം വെച്ച് അവനെ ഫുള്ളിൽ പറഞ്ഞു വിട്ട് കൊണ്ടാക്കിയത് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇനി സമാധാനപരമായി കാപ്പി കുടിച്ച് 2 ദിവസം റെസ്റ്റ് എടുക്കണം. ഇനി യൂണിഫോം കിട്ടി കഴിഞ്ഞാൽ പട്ടിപ്പണി എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് റെസ്റ്റ് ഡേ. ഞാൻ എന്തൊക്കെ വെച്ചെന്ന് കാണിച്ചു തരാം. സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം ജോലി അങ്ങ് തീരും കേട്ടോ. ചോറ് ഇന്നത്തെ ഉണ്ടായിരുന്നേ, അപ്പോൾ ആ ചോറുണ്ട്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു നേരത്തെ. നമുക്കത് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവനൊരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറിടാം, മാങ്ങ അച്ചാറിടാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അച്ചാറിടണം. പിന്നെ പറയത്തൊക്കെ വലിയ പണികളൊന്നുമില്ല. ഇനി തൂക്കാനൊക്കെ ഉണ്ടായത് രാവിലെ എല്ലായിടം തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ഇനി അങ്ങനെയുള്ള പണികളൊന്നുമില്ല. ഫുള്ള് തൂത്ത് തുടച്ചിവിടെ ഭയങ്കര പൊടിയാണ്. റോഡിൽ കൂടെ വണ്ടി പോകുന്നില്ലെങ്കിലും ഭയങ്കര പൊടിയാണ്. എല്ലായിടും തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ഓക്കേ, അപ്പോൾ ഇനിയിപ്പം റെസ്റ്റ് എടുക്കാൻ സമയമായി. ഞാൻ പോയി കാപ്പി കുടിക്കട്ടെ. നമ്മുടെ ജാമ്പന്മാർ നമ്മൾ മുറിച്ചായിരുന്നു കേട്ടോ. മുറിച്ചിട്ട് അതെന്തോ ഇല്ല സംഭവം ചെയ്യുമല്ലോ, വെച്ച് കെട്ടിയൊക്കെ ആയിട്ട് ഓരോ സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, ആ സംഭവം ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ ചേട്ടൻ. എന്നാലും താഴെ നിന്ന് 2-3 കായൊക്കെ വരുന്നുണ്ട്. അടുത്തായതുകൊണ്ട് ഭയങ്കര വലിയ മരമായി. ഈ ജനലിനും അടുത്തേക്കല്ലേ, അങ്ങനെയാണ് അത് മുറിച്ചത്. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം. എനിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടില്ല കേസ്. അപ്പോൾ ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ എന്നെ കൊണ്ട് ബാങ്കിൽ എന്നെ കൊണ്ടേ പോകുന്നു പോയിട്ടിരുന്നിട്ട് അങ്ങനെ നേരെ നഗരൂർ ബാങ്കിൽ വരണം. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ട് തിരിച്ച് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നമ്മളെ കാരയ്ക്ക ഉപ്പിലിട്ട് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി ഈ ഒരു സാധനം തിന്നിട്ട്. അവിടെ നമ്മൾ ഷേക്ക് കൂടെ കുടിക്കാന്ന് വെച്ചു. മീൻസ് സാധാരണ ഷേക്ക്, കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ. സർബത്ത് പോലെ ഒരു പാൽ സർബത്ത് വെച്ചപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ റോസ് സർബത്ത് വാങ്ങിച്ചു, റോസ് മിൽക്ക് എന്ന് പറയുന്ന സംഭവം. ഞാൻ തണുപ്പൊക്കെ ഇട്ട് എന്താ സുടി വാങ്ങിച്ച് കഴിച്ചു. ഒരാൾ തണുപ്പില്ലാതെ കുടിച്ച് തൊണ്ടവേദനയാണ് പോലും. അത് കഴിഞ്ഞ് നേരെ വന്നപ്പോഴത്തേക്ക് അമ്മയും കൊണ്ട് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിരുന്നു. അങ്ങനെ ഓടിയിട്ട് ഞാൻ അങ്ങനെ ഓടുന്ന ഓട്ടമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ രാത്രിയായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസ്റ്റിൻ്റെ കാര്യം ഗോവിന്ദയായില്ലേ. ഇപ്പം നാളെയെങ്കിലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ മുണ്ടിയൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഇന്നപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു.